ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാല് കൊണ്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബാസുന്തിയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ രുചികരമായിട്ട് ഇങ്ങനെ വായിലെളിഞ്ഞു പോകുന്നു പറയില്ലേ, അതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ബാസുന്തി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് പാല്. ഞാനിപ്പോൾ 1 ലിറ്റർ അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് കട്ടിയായിട്ടുള്ള പാലെടുക്കണം. അതായത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ട് തരില്ലേ, അപ്പോൾ അതുപോലുള്ള പാലാണെന്നുണ്ടെങ്കിൽ ആ നെയ്യൊന്നും മാറാതെ അങ്ങനെ തന്നെ കട്ടയായിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫാറ്റായിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്. കവർ പാലാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ലിറ്റർ അളവിൽ കൂടി പാൽ കൂടുതലായിട്ട് ചേർക്കണം. ഞാനിപ്പോൾ 1 ലിറ്റർ അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഇതാ നമ്മളെ വെച്ച് കൊടുത്ത പാലെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇതിന് മുകളിലേക്ക് ഈ പാൽപ്പാട ഇങ്ങനെ വരില്ലേ, ഈ പാൽപ്പാട ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പാലിന് കുറുകി കിട്ടുമ്പോഴാണ് അതിൽ നമുക്ക് ബാസുന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുവരെയും, അതായത് ഈ സൈഡിലേക്ക് ഇങ്ങനെ പാലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും പാലിൻ്റെ പാട, അതെല്ലാം ഒന്ന് ഇളക്കിയെടുത്ത് നമ്മുടെ പാലിലേക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് വേണം നമ്മൾ ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാൽപ്പട അടിക്ക് കട്ടയായിട്ട് പിടിക്കും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ അതിൻ്റെ കളറും ലൈറ്റായിട്ട് മാറിപ്പോകും. അതിൻ്റെ പേരിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ പാലൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് ഇതുപോലെ പാൽപ്പാടയൊക്കെ ഇതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒന്ന് ഉറഞ്ഞു തുടങ്ങും. അപ്പോഴത്തേക്ക് അതൊക്കെ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുത്തേക്കണം. വീണ്ടും പാലിലേക്ക് തന്നെ ഇതുപോലെ പാൽപ്പാടയൊക്കെ തിരിച്ച് പാലിലേക്ക് തന്നെ ഇളക്കിയിട്ട് കൊടുത്തേക്കണം അപ്പോഴപ്പോഴായിട്ട്. അങ്ങനെ വേണം നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ. നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഏകദേശം പാലൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. എന്താ സൈഡിൽ ഇതുപോലെ പാൽപ്പാടയൊക്കെ ഒന്ന് പിടിച്ചിരിക്കുകയാണ് ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാലിലേക്ക് വീണ്ടും ഇളക്കിയിട്ട് കൊടുത്തേക്കണം. ഇതങ്ങനെ സൈഡിൽ ഈ പാൽപ്പാടയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടായിയുടെ ചൂട് കൊണ്ട് അത് അവിടെ നിന്ന് കരിയാൻ തുടങ്ങും. അതായത് അതിൻ്റെ കളർ നന്നായിട്ട് മാറി തുടങ്ങും. അതിൻ്റെ പേരിൽ ആ പാലിൻ്റെ കളറോട് ഇരിക്കുമ്പോൾ തന്നെ ഇളക്കി ഇട്ട് കൊടുത്തേക്കണം. കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് പാലെല്ലാം നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി കിട്ടും. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഈ സൈഡിലുള്ള ഈ പാൽപ്പാട കംപ്ലീറ്റ് ആയിട്ട് ഇളക്കിയിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഒന്നുപോലും സൈഡിൽ വെക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കിയിട്ട് കൊടുത്തേക്കണം. ഈ പാൽപ്പാടയിൽ കിട്ടുന്നതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കട്ടി തന്നെ മതിയാവും. ഇനി വീണ്ടും നമ്മളത് വറ്റിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പാലും അതുപോലെ തന്നെ കുറച്ച് പാൽപ്പാടയായിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വരണം കേട്ടോ. അത് ഇതുപോലെ ഈ ഒരു രീതിക്ക് ഇതുപോലൊന്ന് കുറുകി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബദാമാണ്. ഇതിലേക്ക് ചേർക്കുന്നതെല്ലാം വളരെ കുറച്ച് മാത്രം മതിയാവും. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ എടുക്കുന്നത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പിസ്തയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം അല്ലെങ്കിൽ 2 മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു പെർഫെക്റ്റ് രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ 3 നട്ട്സ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പിസ്തയുടെ അളവ് വളരെ കുറഞ്ഞു പോയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ്, ഞാനിപ്പോൾ കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് നല്ല തിളച്ച ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇതുപോലെ ഒന്ന് മാറി കിട്ടും. അതും കൂടി ചേർക്കാം. ഈ ഒരു ലാസ്റ്റ് സമയം മാത്രമേ നമ്മൾ ഇതൊക്കെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വീണ്ടും നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത കുങ്കുമപ്പൂ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് കളറും ചേർക്കാവുന്നതാണ്. അപ്പോൾ ആ കളർ വന്നിട്ട് ലാസ്റ്റിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ ഒരു സമയം, അതായത് പാലൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും കളർ ചേർക്കരുത്. ചിലപ്പം പിരിഞ്ഞു പോകും പാല്. അതിൻ്റെ പേരിൽ ഈ ഒരു സമയം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലതുപോലെ എല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കണം.
ഇതുപോലെ ലൈറ്റായിട്ട് നമ്മുടെ നട്ട്സിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് എല്ലാം നമ്മുടെ ഈ ബാസുന്തിയിൽ നന്നായിട്ട് ഇറങ്ങുന്നത് പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ്. പഞ്ചസാര ഫസ്റ്റിലേ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. അതായത് നമ്മൾ ഈ പാലിൻ്റെ അളവ് അനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും ഭയങ്കര മധുരമായി പോവും. അതിൻ്റെ പേരിൽ ലാസ്റ്റിൽ മാത്രം, അതായത് ഇതിപ്പോൾ കുറുകി വരുമ്പോഴത്തേക്കും ഈ ഒരു അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചിട്ട് മാത്രം ചേർക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതിയാവും. കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ഏലക്ക പൊടി നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ ഈ ബാസുന്തിക്ക്. പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും വീണ്ടും ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് തുടങ്ങും. നമുക്കിതെല്ലാം കൂടെ തിളപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ എടുക്കാവുന്നതാണ്. അതെല്ലാം കുറച്ചും കൂടി കുറുകി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം 1 മിനിറ്റ് 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നല്ല സ്പീഡിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബാസുന്തിയാണ്. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പാൽ കൊണ്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമുക്കിത് ചൂടോടെയും കഴിക്കാം, തണുപ്പിച്ചും കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ നോർമലായിട്ട് ഒന്ന് തണുപ്പിച്ച് മാത്രം എടുത്താൽ മതിയാവും. നന്നായിട്ട് തണുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ബൗളിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് ഒരാൾക്കൊന്ന് കൊടുക്കാവുന്നതാണ്. ഒരുപാടൊന്നും നമുക്ക് ഇത് കഴിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മതിയാവും. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബാസുന്തിയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.